പ്രജീഷ്, കൃത്യമായി ഈ മാപ്പിൽ അറിയാം ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് എയർലൈൻ റൂട്ടുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഈ മേഖലയിൽ നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യക്കും അവരുടെ എയർ സ്പേസ് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നിലയിൽ വ്യോമ സർവീസുകളില്ല. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇറാൻ അടക്കമുള്ള എല്ലാ മേഖലയും, സിറിയ അടക്കം എല്ലാ ഇടങ്ങളും പൂർണ്ണമായിട്ടും എയർലൈൻ സർവീസുകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഖത്തർ ഇപ്പോൾ എയർ സ്പേസ് അടച്ചിരിക്കുന്നു. നിലവിൽ അവിടെ സർവീസ് തുടങ്ങുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുകയോ ചെയ്യുന്ന വിമാനങ്ങൾ അടിയന്തരമായി അവിടെ ഇറക്കുകയാണ്. മറ്റിടങ്ങൾ പൂർണ്ണമായും യുദ്ധ സാഹചര്യമുള്ള മേഖലകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നിലവിൽ തന്നെ എയർലൈൻ സർവീസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ വ്യോമ സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നേരത്തെ സുരേഷ് വില്യമിൻ്റെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അത് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചതാണെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചിറക്കാം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച വിമാനങ്ങളൊക്കെ അതാതിടങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്താവളങ്ങളിൽ തിരിച്ചിറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും വിമാനയാത്രക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ദുരിതപൂർണ്ണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം രാത്രി സമയമാണ്. നാട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ എത്താനുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം നേരത്തെ ഗോപിനാഥ് മുതുകാടൊക്കെ നമ്മളോട് സംസാരിച്ചു. അങ്ങനെ വളരെ വേഗത്തിൽ നാട്ടിലേക്ക് എത്താൻ കഴിയുന്നവരൊക്കെ മണിക്കൂറുകളോളം, ഒരുപക്ഷേ ഈ സാഹചര്യം നീണ്ടുപോയാൽ നമുക്കറിയില്ല, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും ഏതെങ്കിലും വിധത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കട്ടെ, വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറിച്ചാണെങ്കിൽ വലിയ ദുരിതമാണ് കാത്തിരിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രവാസി സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ നൽകുന്ന അലർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഉണ്ടാക്കുന്ന ഈ രാത്രിയിൽ ഒരുപക്ഷെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അടിയോ തിരിച്ചടിയോ ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഈ കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ലിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് പ്രവാസ സുഹൃത്തുക്കൾ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഒരിക്കൽ കൂടി അലർട്ട് ഞാൻ വായിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും 12:50 ദോഹയിലേക്ക്, അതായത് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. 2:10 ഷാർജയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ക്യാൻസൽ ചെയ്തു. ദുബായിലേക്ക് പുറപ്പെടേണ്ട കൊച്ചിയിൽ നിന്നും സ്പേസ് ജെറ്റ് വിമാനത്തിൽ കയറിയ യാത്രക്കാരെയൊക്കെ തന്നെ തിരിച്ചിറക്കി കഴിഞ്ഞു. രാവിലെ 6 മണി വരെ കൊച്ചിയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പുറപ്പെടേണ്ടത് 9 വിമാനങ്ങളായിരുന്നു. കുവൈറ്റിലേക്ക് 3 വിമാനങ്ങൾ, ഷാർജയിലേക്ക് 1 വിമാനം, ദോഹയിലേക്ക് 1 വിമാനം, അബുദാബിയിലേക്ക് 2 വിമാനം, ദുബൈയിലേക്ക് 1 വിമാനം, ബഹ്റൈനിലേക്ക് 1 വിമാനം. അപ്പോൾ ഇത്രയും വിമാനങ്ങളൊക്കെ തന്നെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ച് ഇറക്കുന്നു എന്നുള്ളതാണ്.